മനുഷ്യർ, മുഖവും മേൽവിലാസവും ഇല്ലാത്ത മനുഷ്യർ അല്ല, രോഗികൾ. രോഗികൾ രോഗികൾ എന്തുപറ്റി? എന്തുപറ്റി? അത് ഈ മുഴ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് ക്യാൻസറാ? നിങ്ങൾക്ക് ക്യാൻസറാണോ? നിങ്ങൾക്കൊക്കെ ക്യാൻസറാ. എല്ലാവർക്കും ക്യാൻസറാ. നിങ്ങൾക്കൊക്കെ ക്യാൻസറാ. അതിങ്ങനെ പരക്ക എട്ടുകാരിയെ പോലെ അതിക്ക് വലവിരിച്ചും പടർന്നും പന്തലിച്ചും എന്നിട്ട് കരിനീല തേളായി വലുതായി വലുതായി ദൂരെ പൊക്കും. ശിവ, പോകണ്ടേ നിനക്ക്? കുറച്ച് ദിവസം ലീവ് എടുത്ത് അന്നയും മോളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു പൊക്കോളെ, രണ്ടാളുടെയും സ്കൂൾ മുടക്കണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ നീ? പിന്നെ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു 4-5 ദിവസം. അച്ഛനോ? ആ, അച്ഛൻ തന്നെ. ചെറുപ്പത്തിൽ വലിയ എഴുത്തുകാരനാവാനായിരുന്നു നിന്റെ ഇഷ്ടം. മൂപ്പിന്നത് കഷ്ടപ്പെട്ട് ഇല്ലാണ്ടാക്കിയ കഥ എന്നോട് പറഞ്ഞു. ഒടുക്കം കരഞ്ഞു. എല്ലാ അപ്പന്മാരും ദുഃഖിതരാ, ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ. എൻ്റെ മോൻ ഡോക്ടർ ആവാനാ കൊതിച്ച്. 2 വട്ടം എൻട്രൻസ് എഴുതി, 2 വട്ടവും ക്ലോസ് മിസ്സായി. കാശ് കൊടുത്ത് സീറ്റ് വാങ്ങില്ല എന്ന് ഞാൻ. എന്നെ വെല്ലാൻ വേണ്ടി അവൻ ഫുഡ് സയൻസ് പഠിച്ചു. കൺഫെക്ഷണറിയും ഫുഡ് പ്രൊഡക്ട്സിന്റെ കമ്പനിയും തുടങ്ങി. ബേക്കറി പലഹാരം എന്ന് പറഞ്ഞാൽ, അതും പാക്കറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് സ്ലോ പോയ്സണിങ്ങാ. സൊസൈറ്റിയെ എന്റെ അഭിപ്രായം അതാണെന്ന് അവൻ അറിയാം. അപ്പൊ എന്നെ തോപ്പിക്കാൻ അതെന്നെ ചെയ്യണ്ടേ? ശിവ, ഇവിടെ ഇങ്ങനെ കിടന്നാ മതിയോ? നിനക്ക് നിന്റെ നോവൽ കംപ്ലീറ്റ് ചെയ്യണ്ടേ? ആ നേത്രപാലിന്റെ മോൻ, അവന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് തുടങ്ങണ്ടേ? എനിക്ക് പോണം. പോണം. ദിവാകർ, ഡോക്ടർ മാമു ബാബ എവിടെ? പണിക്ക് പോയിരിക്ക. മോനെ എന്താ കൊണ്ടുവന്നേ? ഡോക്ടർ മാമു പറഞ്ഞിട്ടില്ലേ കൊണ്ടുപോകരുതെന്ന്. എപ്പോ വരും മോനെ? ബാബ എപ്പോ വരും? രാത്രി. ഞങ്ങൾ പോയിട്ട് രാവിലെ വരാം. ബാബയോട് രാവിലെ പണിക്ക് പോകരുതെന്ന് പറയണം. ഡോക്ടർ വരുമെന്ന് പറയണം. ശരി.
ബാബയുടെ മോനെ രാത്രി വരും. എവിടെ പോയി? പണിക്ക് പോയി. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് പോകരുത്, ഞങ്ങൾ വരുന്ന കാര്യം പറയണമെന്ന്. ശേ, ബാ പോവാം. മോനെന്താ ബാബയോട് പറയാഞ്ഞേ? പാപ്പ വന്നില്ല. എത്ര ദിവസമായി ബാബ പണിക്ക് പോയിട്ട്? 3 രാത്രി വന്നില്ല. ബാ തുറന്നേ. ശരി സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഡോക്ടറെ, എന്തായാലും ഡോക്ടർ ഒരു പരാതി എഴുതാം, ഞാനൊന്ന് അന്വേഷിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആയിട്ട് എങ്ങോട്ടേലൊക്കെ ഒന്ന് മാറിയതായിരിക്കും. പിന്നെ ഇവന്മാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയാലേ. ഈ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടേലും മുങ്ങിയതാണെന്ന് പറയാൻ പറ്റിയല്ല. ഇവനൊക്കെ എന്ത് തള്ളയും പുള്ളയും. ഇനി എന്തേലും തന്തയിലായി കാണിച്ച് നാട് വിട്ടു പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ഇത് അങ്ങനൊന്നുമല്ല, എനിക്കറിയാം. ഡോക്ടറുടെ ആരാന്നാ പറഞ്ഞേ? എൻ്റെ പേഷ്യൻ്റാ. ഡോക്ടറെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനെ വരുന്ന പലരും പല രീതി മരിക്കാറുണ്ട്. സർക്കാർ ഇനി എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഇടനിലക്കാർ ഈ നൂലാമാലകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു താത്തും. ആരും അറിയത്തുമില്ല. ഇതിനൊന്നും പരാതിക്കാരില്ലാത്തതുകൊണ്ട് ആരും അന്വേഷിച്ച് വരാനും പോകുന്നില്ല. ഇത് എൻ്റെ ഒരു റിലേറ്റീവ്, പുള്ളി ദുബൈയിലാണ്, പുള്ളി പറഞ്ഞതാണ്. ഈ ബുർജ് ഖലീഫ പണി നടക്കുന്ന സമയത്ത് ദിവസം ഒരു 3 പേരെങ്കിലും മുകളിൽ നിന്ന് വീണിട്ട് താഴെ വീണ് ചെതറിപ്പോകുന്നതാണ് പറഞ്ഞത്. ആൾ വീണ് കഴിഞ്ഞാൽ തൊട്ട് പുറകെ ഒരു വണ്ടി വന്നിട്ട് ബോഡി എടുത്തിട്ടങ്ങ് പോകും. നേരെ പുറകെ ഒരു വണ്ടി വന്നിട്ട് വെള്ളമടിച്ച് ചോരയും കഴുകും. പിന്നെ അവിടെ വീണതിൻ്റെ ഒരു അടയാളം പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതൊക്കെ കഥകളായിരിക്കും, പക്ഷേ എന്നാലും ഇതാണ് കേട്ടറിവ്. സാർ ടൈം. ആ ശരി. അപ്പം ഡോക്ടറെ, ഞാൻ എന്തായാലും ഇതൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തായാലും പരാതി നമ്പർ ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ആകുന്നതനുസരിച്ച് വിളിച്ചോളാം. ശരി. റഫീഖെ, വണ്ടി എടുത്തോ. സാർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാനിവിടെ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഇവിടെ ആരെങ്കിലും മരിക്കുകയോ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ബോഡി കൊണ്ടുവരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല ഇല്ല ഡോക്ടർ. അങ്ങനെ ഒരു കേസും ഇല്ല ഡോക്ടർ. പ്ലീസ്, ആരെ ഉപദ്രവിക്കാനൊന്നുമല്ല, ഒന്ന് അറിയാനാ, തീർപ്പാക്കാൻ, പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ.
ഞങ്ങൾ മാത്രമേ അറിയൂ. അന്ന് ഞാൻ ജോയിൻ ചെയ്ത ദിവസത്തെ പോലെ എന്തെങ്കിലും ആരെങ്കിലും? ഒരു ദിവസം 2 പേര് ബംഗാളികളാ തെങ്ങിന് മരുന്നടിക്കുമ്പോൾ ശ്വാസം മുട്ടി താഴെ വീണെന്നാ പറഞ്ഞേ. വരുമ്പോഴേക്ക് കഴിഞ്ഞിരുന്നു 2. അവരുടെ പേരോ വിലാസമോ? എന്നെ കാണാൻ വരുമായിരുന്ന ഒരാളില്ലേ, നേത്രപാൽ? അറിയില്ല സർ, ആളെ കണ്ട ഓർമ്മ തോന്നില്ല. ശരിക്കും സ്ട്രേഞ്ചറാ. ഒരിക്കൽ അഴിച്ചു വെച്ച ഡോക്ടർ വേഷം ഞാൻ കെട്ടാം. ഇവൻ എൻ്റെ കൂടെ താമസിക്കും. ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് മാലിയിലെയും തുരുത്തിലെയും ശുദ്ധവായുവും വെളിച്ചവും കൊള്ളും. വിഷം തീണ്ടാത്തതു മാത്രം തിന്നും. പിന്നെ മരുന്ന് അത് ഞാൻ പതുക്കെ നിശ്ചയിക്കും. പറ്റുമോ? ഓ, ഇതൊക്കെ പ്രാണന്റെ പെരുമാറ്റങ്ങളാണ്. ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരും, ചിലപ്പോ വരില്ല. എന്നാ നിങ്ങൾ പൊയ്ക്കോ.